സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. പ്രാർത്ഥനകളും കൃതജ്ഞതാഗീതങ്ങളും ഉയർന്ന സായാഹ്നത്തിൽ വരാപ്പുഴ അതിരൂപതയുടെ 4ാമത്തെ സഹായമെത്രാനായി മോൺസിഞ്ഞോർ ആന്റണി വാലങ്കൽ അഭിഷിക്തനായി. വലാർപാടം അവർ ലേഡി ഓഫ് റാൻസം ബസിലിക്കാങ്കണത്തിൽ തയ്യാറാക്കിയ പ്രത്യേക വേദിയിൽ നടന്ന മെത്രാഭിഷേക കർമ്മങ്ങൾക്ക് കേരള സഭയിലെ വിവിധ മെത്രാന്മാരും വൈദികരും സന്യസ്തരും സാക്ഷികളായി. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു മെത്രാഭിഷേക തിരുക്കർമ്മങ്ങൾ നടന്നത്. വിശ്വാസത്തിന്റെ വിശ്വസ്ത പരിപാലകനാകാനും ദൈവജനത്തെ നയിക്കാനും പുതിയ മെത്രാന് സാധിക്കട്ടെ എന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ സന്ദേശത്തിൽ ആശംസിച്ചു. ദൈവം തന്റെ ഹൃദയം കടം കൊടുത്ത മെത്രാനാണ് വരാപ്പുഴ അതിരൂപത സഹായ മെത്രാനായി അഭിഷിക്തനായ ഡോക്ടർ ആന്റണി വാലങ്കലെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. ഡോക്ടർ ആന്റണി വാലങ്കലിന്റെ മെത്രാഭിഷേക ചടങ്ങുകളോടനുബന്ധിച്ചുള്ള അനുമോദന സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ മെത്രാനെ നമുക്ക് തന്നതിന് ദൈവത്തിന് നന്ദി പറയാമെന്നും മുറിവേറ്റവരെ സുഖപ്പെടുത്തുന്ന ഇടയ ശുശ്രൂഷയാണ് കാലത്തിനാവശ്യമെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. പുതിയ മെത്രാന് സീറോ മലബാർ സഭയിലെ എല്ലാ മെത്രാന്മാരുടെയും സഭാവിശ്വാസികളുടെ പേരിൽ പ്രാർത്ഥനാശംസകൾ നേരുന്നതായും മാർ തട്ടിൽ പറഞ്ഞു. അശരണരെ ചേർത്തു നിർത്തുക എന്നത് സഭയുടെ പ്രാഥമിക ദൗത്യമാണെന്ന് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ. റാന്നി കരിക്കുളം സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവക ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഇടവകയിലെ മുതിർന്നവരെ യോഗത്തിൽ ആദരിച്ചു. സഹോദരൻ പദ്ധതിയിൽ പൂർത്തിയാക്കിയ വീടിന്റെ കൂടാശയും അദ്ദേഹം നിർവഹിച്ചു. വികാരി ഫാദർ സ്കറിയ OIC അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോൺ സാമുവൽ, ഫാദർ സൈമൺ ജേക്കബ് മാത്യു, ഡോക്ടർ റോബിൻ P. മാത്യു, MP ഫിലിപ്പ്, രാജൻ ചാക്കോ എന്നിവർ പ്രസംഗിച്ചു. ഓഗസ്റ്റ് 10-ന് തൃശൂരിൽ വെച്ച് നടക്കുന്ന ഇന്ത്യാസ് മാർച്ച് ഫോർ ലൈഫിന്റെ മുന്നോടിയായി KCBC പ്രോ ലൈഫ് സമിതി നടത്തുന്ന കേരള മാർച്ച് ഫോർ ലൈഫ് ജീവൻ സംരക്ഷണ സന്ദേശയാത്ര കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്നും ജൂലൈ 2-ന് ആരംഭിക്കും. പന്നക്കാട് ഗുഡ്ഷപ്പേട് ചർച്ചിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ KCBC പ്രോ ലൈഫ് സമിതിയുടെയും ഫാമിലി കമ്മീഷന്റെയും ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ വെച്ച് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി ഉദ്ഘാടനം ചെയ്യും. കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് ദേവാലയത്തിൽ ഭാരതത്തിന്റെ അപ്പസ്തോലനായ മാർ തോമാസ് ലീഹായുടെ ദുക്രാന തിരുനാളിന് ഇരിങ്ങാലിക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ബിഷപ്പ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ, ഫാദർ ജോർജി തലേപ്പിള്ളി എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് കൽവിളക്കിൽ തിരിതെളിച്ചുകൊണ്ട് ബിഷപ്പ് ഇടവകയുടെ റൂബി ജൂലി പ്രഖ്യാപനവും യുവജന വർഷാചരണത്തിന് തുടക്കവും കുറിച്ചു. കത്തോലിക്ക കോൺഗ്രസ് പാലാ രൂപതയുടെ നേതൃത്വത്തിൽ സമുദായ സമ്മേളനവും സഭാദിനാഘോഷവും റാലിയും നടന്നു. കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തിടനാട് പാരിഷ് ഹാൾ നിർമ്മിച്ചതും തിടനാട് സെന്റ് ജോസഫ് പള്ളി മുൻ വികാരിയുമായ നിര്യാതനായ ഫാദർ ജോർജ് വഞ്ചിപ്പുരയ്ക്കലിനെ അനുസ്മരിക്കുകയും ചെയ്തു. രാമനാഥപുരം സീറോ മലബാർ രൂപതയുടെ സിൽവർ ജൂബിലി പ്രമാണിച്ച് വരുന്ന 10 വർഷത്തെ പ്രവർത്തനങ്ങളും മാർഗരേഖകളും രൂപത അധ്യക്ഷൻ മാർ പോൾ ആലപ്പാട്ട് പിതാവ് പ്രഖ്യാപിച്ചു. അതോടൊപ്പം റിട്ടൺ 2024 യുവജന കൺവെൻഷന്റെ പോസ്റ്റർ പ്രകാശനം രൂപതാ മെത്രാൻ മാർ പോൾ ആലപ്പാട്ട്, രൂപതാ പ്രൊക്യൂറേറ്റർ റവറൻ ഫാദർ ഡെറിൻ പള്ളിക്കുന്നേലിന് നൽകി നിർവഹിച്ചു. ആഗസ്റ്റ് 16, 17, 18 തീയതികളിലാണ് റിട്ടൺ 2024 യുവജന കൺവെൻഷൻ നടത്തപ്പെടുന്നത്. 2024 രൂപതയിൽ വിശ്വാസവർഷമായി ആചരിക്കുന്നത് പ്രമാണിച്ച് രൂപതയിലെ യുവജനങ്ങളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തിക്കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് രൂപത SMYയും രൂപത റൂഹ മിനിസ്ട്രിയും ചേർന്ന് റിട്ടൺ 2024 യുവജന കൺവെൻഷൻ നടത്തുന്നത്. പനത്തടി, കാഞ്ഞങ്ങാട് ചെറുപുഷ്പ മിഷലീഗ് യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങൾക്ക് ആരംഭമായി. പനത്തടി മേഖല മിഷലീഗ് പ്രവർത്തന വർഷ ഉദ്ഘാടനം പടിപ്പ് സെന്റ് ജോർജ് ദേവാലയത്തിൽ വികാരി ഫാദർ തോമസ് പൈമ്പക്കൽ നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് ജിജി തെക്കുംചിറക്കുന്നേൽ പതാക ഉയർത്തി. ചെറുപുഷ്പം മിഷലീഗ് കാഞ്ഞങ്ങാട് മേഖലാ പ്രവർത്തന വർഷം പന്നക്കാട് പാസ്റ്റർ സെന്ററിൽ വികാരി ജനറൽ മോൺസിഞ്ഞർ മാത്യു ഇളന്തുരുത്തിപ്പടവിൽ ഉദ്ഘാടനം നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് സിറ്റു പുളിക്കക്കണ്ടം അധ്യക്ഷത വഹിച്ചു. ചുങ്കക്കുന്ന് മേഖല ചെറുപുഷ്പ മിഷലീഗിന്റെ പ്രവർത്തന വർഷ ഉദ്ഘാടനവും മാർഗരേഖ പ്രകാശനവും മേഖലാ കൗൺസിലും നടന്നു. ഫാമിലിയ 2024-25 എന്ന് പേരിട്ടിരിക്കുന്ന പ്രവർത്തന വർഷത്തിന്റെ ഉദ്ഘാടനം ശ്രീ ബേബി കാരക്കാട്ടും കുടുംബവും നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് ശ്രീ റോയി മുഞ്ഞനാട്ട് അധ്യക്ഷനായിരുന്ന സമ്മേളനത്തിൽ ഫൊറോന രക്ഷാധികാരി ബഹുമാനപ്പെട്ട ഫാദർ പോൾ കൊട്ടുകാല അനുഗ്രഹ പ്രഭാഷണം നടത്തി. മേഖലാ ഡയറക്ടർ ഫാദർ സെബിൻ ഐക്യരത്താഴ്ത്ത് മാർഗരേഖ പ്രകാശനം നടത്തുകയും മേഖലയിലെ മികച്ച ശാഖകളായ ശാന്തിഗിരി, ഒറ്റപ്ലാവ്, പാൽച്ചുരം ശാഖകൾക്ക് അവാർഡുകൾ സമ്മാനിക്കുകയും ചെയ്തു.
കത്തോലിക്ക കോൺഗ്രസിന്റെ പഴുവിൽ ഫൊറോന കുടുംബസംഗമം 2024 പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ നടന്നു. പഴുവിൽ ഫൊറോന വികാരി വെരി റവറന്റ് ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ കുടുംബസംഗമവും അതിരൂപത ഭാരവാഹികളെ ആദരിക്കുന്ന സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു. പഴുവിൽ ഫൊറോന കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയിൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത ഡയറക്ടർ വെരി റവറന്റ് ഫാദർ വർഗീസ് പുത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി. YMCA ഇരിട്ടി യൂണിറ്റ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ദേശീയ ജനറൽ സെക്രട്ടറി NV എൽദോ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സണ്ണി കുറുമളംതടം അധ്യക്ഷത വഹിച്ചു. ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ ജോർജ് ഞരളക്കാട്ട് മുഖ്യാതിഥിയായി. പുതിയ ഭാരവാഹികൾക്ക് ഇരിട്ടി സബ് റീജിയൻ വൈസ് ചെയർമാൻ ഡോക്ടർ MJ മാത്യു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തലശ്ശേരി അതിരൂപത 2002 ആരംഭിച്ച വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന് സ്വയംഭരണ പദവി ലഭിച്ചു. കോളേജിന്റെ പ്രവർത്തന മികവിന് അംഗീകാരമായിട്ടാണ് കോളേജിന് ഓട്ടോണമസ് പദവി ലഭിച്ചിരിക്കുന്നത്. ആധുനിക സൗകര്യങ്ങളുള്ള ലാബുകളും അർപ്പണ മനോഭാവമുള്ള അധ്യാപകരും ഉയർന്ന വിജയശതമാനവും ആകർഷകമായ പ്ലേസ്മെന്റ്, വിദ്യാർത്ഥി സൗഹൃദമായ സംരംഭകത്വ അന്തരീക്ഷവും വ്യക്തിത്വ വികസന പരിശീലനവും എല്ലാമാണ് വിമൽ ജ്യോതിയെ കേരളത്തിലെ മുൻനിര കോളേജുകളിൽ ഒന്നാക്കി തീർത്തത്. ഇടുക്കി രൂപത KCYM സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ 3 ദിവസത്തെ പരിസ്ഥിതി പഠന ശിബിരം കാനിയൻ കരുണ ആനിമേഷൻ സെന്ററിൽ വെച്ച് നടന്നു. ഇടുക്കിയുടെ MP ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു. കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതിയുടെ സ്വാഭാവിക പരിസ്ഥിതിയെ താളം തെറ്റിക്കുന്നുവെന്നും പരിസ്ഥിതി സംരക്ഷകരാകാൻ യുവജനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്നും ഉദ്ഘാടന സമ്മേളനത്തിൽ MP ആവശ്യപ്പെട്ടു. 32 രൂപതകളിൽ നിന്നായി 130 യുവജനങ്ങളാണ് പരിസ്ഥിതി പഠന ശിബിരത്തിൽ പങ്കെടുത്തത്. MCYM റാണി പെരുന്നാട് വൈദിക ജില്ലയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഊരിലേക്ക് ഒരു യാത്രയുടെ കർമ്മ പരിപാടി ഉദ്ഘാടനം ലാഹ സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ വെച്ച് വികാരി റവറന്റ് ഫാദർ പോൾ നിലയ്ക്കൽ തെക്കേതിൽ നിർവഹിച്ചു. ഊരിലേക്ക് ഒരു യാത്രയുടെ ഭാഗമായി ഊരുകളിലേക്ക് യുവജനങ്ങൾ ഇറങ്ങിച്ചെന്ന് ഗോത്ര വിഭാഗ ജനതകളോടായിരിക്കുവാനും അവരെ സഹായിക്കുവാനും സാധിച്ചു. ഓൾ കേരള കത്തോലിക്ക കോൺഗ്രസ് AKCC മുക്കം യൂണിറ്റിന്റെയും MVR ക്യാൻസർ സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രക്തദാനവും രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും നടത്തി. മുക്കം സേക്രഡ് ഹാർട്ട് ദേവാലയത്തിന്റെ പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങ് ഫാദർ ജോൺ ഒറവങ്കര ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള കത്തോലിക്ക കോൺഗ്രസ് മുക്കം യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വർഗീസ് പാലയ്ക്കൽ, സെക്രട്ടറി രാജൻ സുരാബൈക്കയിൽ, ട്രഷറർ റോളൽ പള്ളിത്താഴത്ത്, MVR ബ്ലഡ് ബാങ്ക് ഇൻചാർജ് ഡോക്ടർ നിതിൻ ഹെൻറി എന്നിവർ നേതൃത്വം നൽകി. നിലമ്പൂരിന്റെ സ്വന്തം മരീനി സിസ്റ്റർക്ക് നാടിന്റെ സ്നേഹോഷ്മളമായ പൗരത്വ സ്വീകരണം. നിലമ്പൂർ ഫാത്തിമഗിരി സോഷ്യൽ സർവീസ് സെന്ററിന്റെ ഡയറക്ടറായി 15 വർഷം പൂർത്തിയാക്കിയ ശേഷം താൽക്കാലികമായി കോഴിക്കോട്ടേക്ക് സ്ഥലം മാറിപ്പോകുന്ന സിസ്റ്റർ മരീനിക്കാണ് നാട് പൗരത്വ സ്വീകരണം നൽകിയത്. കോവിഡ് കാലത്തും പ്രളയകാലത്തും നിലമ്പൂരിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും ജാതിമത വ്യത്യാസമില്ലാതെ നിരവധി ഭവനരഹിതർക്ക് വീട് നിർമ്മിച്ചു നൽകുകയും വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളിൽ സിസ്റ്ററിന്റെ സാന്നിധ്യം നാടിന് കരുത്തായിരുന്നു. യാത്രയയപ്പ് സമ്മേളനം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പവല്ലി ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ ഇൻഫന്റ് ജീസസ് ചർച്ച് വികാരി ഫാദർ ആന്റോ ഡയീഷ്യസ്, ഫാദർ ജോൺസൺ തേക്കനടി എന്നിവർ സന്നിഹിതരായിരുന്നു. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ സെന്റ് അൽഫോൻസ ഫൊറോന ദേവാലയത്തിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടേഴ്സ് ഡേ ആചരിച്ചു. ഇടവക വികാരി ഫാദർ ജിൽസ് കാരിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഇടവകയിലെ വിവിധ മേഖലയിലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ ആദരിച്ചു. ലൂർദ് മാതാ ഫൊറോന പള്ളിയിൽ KCYM യുവജന ദിനം ആഘോഷിച്ചു. യുവതി യുവാക്കളുടെ കാഴ്ച സമർപ്പണത്തോടെ അസിസ്റ്റന്റ് വികാരി ഫാദർ ടിവിൻ കാരോട്ടു പൂവേലിപ്പാറയ്ക്കലിന്റെ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിയോടെയായിരുന്നു പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. വികാരി ഫാദർ റെജി മാത്യു പെരുമ്പള്ളി, സിസ്റ്റർ സെലിൻ എന്നിവരുടെ നേതൃത്വത്തിൽ ആരാധനാ ചാപ്പലിൽ പ്രത്യേക വചന ശുശ്രൂഷകൾ നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് ബെറിൻ ബാബു പതാകയുയർത്തി യുവജന ഗാനം ആലപിച്ചു. കാവുന്തല സെന്റ് ജോസഫ് പള്ളിയുടെയും രശ്മി പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. കാവുന്തല പാരിഷ് ഹാളിൽ നടന്ന പരിപാടി വികാരി ഫാദർ എബിൻ മടപ്പാന്തോട്ടുകുന്നേൽ ഉദ്ഘാടനം നിർവഹിച്ചു. വാളകം സെൻട്രൽ മാർത്തോമ സീനിയർ സിറ്റിസൺ കൂട്ടായ്മ വാളകം മാർത്തോമ വലിയ പള്ളിയിൽ നടന്നു. സീനിയർ സിറ്റിസൺ കേന്ദ്ര സെക്രട്ടറി പ്രൊഫസർ അഡ്വക്കേറ്റ് എബ്രഹാം ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പ്രായമായവർ സമൂഹത്തിന് ഭാരമാണെന്ന കാഴ്ചപ്പാടിന് മാറ്റമുണ്ടാകണമെന്നും ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ പുനരധിവാസം ഉറപ്പാക്കി ആനന്ദഭരിതവും ശാന്തവുമായ ജീവിതം സാധ്യമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.